പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന് ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൽ 27-ാമത്തെ വാക്യം. മെഥൂശലഹിൻ്റെ ആയുഷ്കാലം ആകെ 969 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഹല്ലേലൂയ. വളരെ വ്യക്തമായ രീതിയിലാണ് ഹല്ലേലൂയ വേദപുസ്തകം ചിലരുടെ ആയുസ്സിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം മെഥൂശലഹിൻ്റെ ആയുഷ്കാലം ആകെ 969 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ മെഥൂശലഹിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് ചില കാര്യങ്ങൾ അതിനകത്ത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം ഞാൻ ഇന്ന് ഈ ദൈവവചനം വായിച്ച് ധ്യാനിച്ച് നമ്മൾ ഒന്നിച്ച് ഈ ഭാഗം പഠിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചു വന്നതുപോലെ ഇന്ത്യയുടെ ആമയിലെ തലസ്ഥാനമായിരിക്കുന്ന ഡൽഹിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാവിധ കേന്ദ്ര സംസ്ഥാന ഓഫീസുകളുടെ ഉറവിടമായിരിക്കുന്ന സകല രാഷ്ട്രീയ പാർട്ടികളും സകല ഭരണ സംവിധാനങ്ങൾക്കും നേതൃത്വം വഹിക്കുന്ന, അതുപോലെ സകല സമരമുറകൾക്കും സാക്ഷ്യം വഹിക്കുന്ന ഒരു സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത്. വളരെ ചരിത്രവിശുദ്ധമായ ഡൽഹിക്ക് വേണ്ടി നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തോടു കൂടെ കരം പിടിച്ച് നടക്കുന്ന ഒരു തലമുറയെ അവിടെ ദൈവം എഴുന്നേൽപ്പിക്കണം എന്നുള്ളതാണ് ഹല്ലേലൂയ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ലോർഡ്. നാം ദൈവത്തിന് വളരെ വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നത് ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചെന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഹാനോക്കിന് 65 വയസ്സുള്ളപ്പോഴാണ് മെഥൂശലഹിൻ്റെ ജനനം. ആ മെഥൂശലഹിനെ കുറിച്ചാണ് 27-ാം വാക്യം പറയുന്നത്. മെഥൂശലഹിൻ്റെ ആയുഷ്കാലം ആകെ 969 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ദീർഘകാലം ദീർഘനാൾ ജീവിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മെഥൂശലഹ് തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അത്രയും ആയുസ് ഇവിടെ ജീവിച്ച മറ്റൊരു വ്യക്തിയും വേദപുസ്തകത്തിൽ പറയാനില്ല. എന്ന് പറഞ്ഞാൽ 969 സംവത്സരം ഒരിക്കലും 1000 വർഷം ഒരു ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ദൈവത്തിൽ വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ ഈ മെഥൂശലഹാണ് ഹല്ലേലൂയ ഹാനോക്കിൻ്റെ മകനും നോഹയുടെ അപ്പൂപ്പനുമാണ്. സ്തോത്രം. അപ്പോൾ ഹാനോക്കിൻ്റെ മകനാണ്, അപ്പോൾ തന്നെ നോഹയുടെ അപ്പൂപ്പനുമാണ് മെഥൂശലഹ്. ദൈവത്തോടു കൂടെ നടന്ന 2 വലിയ വിശുദ്ധന്മാരുടെ ഇടയിലാണ് മെഥൂശലഹിൻ്റെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം 2 വിശുദ്ധന്മാരുടെ നടുവിലാണ് മെഥൂശലഹിൻ്റെ ജീവിതമെങ്കിലും മെഥൂശലഹ് ഒരിക്കലും ദൈവത്തോടു കൂടെ നടന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. മെഥൂശലഹിൻ്റെ അപ്പൻ ഹല്ലേലൂയ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്ന വ്യക്തിയാണ്. 365 വർഷം ദൈവത്തോടു കൂടെ നടന്നു. 65-ാമത്തെ വയസ്സിൽ മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം 300 വർഷം ദൈവത്തോടു കൂടെ നടന്നു. 365 വർഷം അവിടെ ജീവിച്ച് ദൈവം എടുക്കപ്പെട്ടെന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ അവൻ്റെ ആയുഷ്കാലം 365 സംവത്സരമാണ്. പ്രൈസ് ദി ലോർഡ്. അത് 300 വർഷമാണ് ദൈവത്തോടു കൂടെ നടന്നുകൊണ്ട് വായിച്ചത്. എന്നാൽ ഈ മെഥൂശലഹാണ് നോഹയുടെ അപ്പൂപ്പൻ. നോഹയും ആ തലമുറയിൽ ദൈവത്തോടു കൂടെ നടന്നവനാണ്. ഈ 2 വിശുദ്ധന്മാരുടെ നടുവിൽ ദൈവത്തെ അറിയാതെ ജീവിച്ച ഒരു വ്യക്തിയാണ് മെഥൂശലഹ്. ഹല്ലേലൂയ. ഇന്നും പ്രിയപ്പെട്ടവർ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പന്മാർ ഒരുപക്ഷെ വിശ്വാസത്തിൽ കർത്താവിന് വേണ്ടി വളരെ വില കൊടുത്തവരായിരിക്കാം. ഹല്ലേലൂയ. ആമേൻ. അതിന് ശേഷമുള്ള തലമുറയും ഒരുപക്ഷെ ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് നിലകൊണ്ടേക്കാൻ നോഹയെ പോലെ. എന്നാൽ അതിനിടയിൽ ഒരു കൂട്ടം ജനമുണ്ട്, ദൈവത്തെ അറിയാത്ത, ദൈവത്തെ അനുസരിക്കാത്ത, ദൈവകൽപ്പന പ്രമാണിക്കാത്ത, ദൈവവുമായി യാതൊരു സംബന്ധവുമില്ലാത്ത ഒരു കൂട്ടം ജനം ആ കാലഘട്ടത്തിലുമുണ്ട്, ഈ കാലഘട്ടത്തിലുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു വീട്ടിൽ എല്ലാവരും ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് എല്ലാവരും ഹല്ലേലൂയ ദൈവമക്കളാകണമെന്നില്ല. സ്തോത്രം. ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ദൈവത്തെ അറിഞ്ഞ് നടക്കുന്നവരാണ്. എന്നാൽ ചിലരുടെ ഭാവവും രൂപവും അവരുടെ ജീവിതമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തോട് യാതൊരു ബന്ധമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അതേപോലെ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നതുകൊണ്ടും ഹല്ലേലൂയ സ്തോത്രം ഹാനോക്ക് ദൈവഭക്തനായി ജീവിച്ചതുകൊണ്ട് മകനായിരിക്കുന്ന മെഥൂശലഹ് ആ വഴിയിലല്ല ജീവിച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തോടു കൂടെ നടന്നില്ലെന്നുള്ളതാണ് വേദപുസ്തകം പറയുന്നത്. ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുമില്ല. സ്തോത്രം. ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് വേദപുസ്തകം രേഖപ്പെടുത്തുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നമുക്കറിയാം അവൻ ആർക്കും യാതൊരു പ്രയോജനമില്ലാതെ ജീവിച്ചവനാണ്. അല്ലെങ്കിൽ ആർക്കും ഒരു പ്രയോജനമില്ലാതെ
ഇന്നും ചില കുടുംബത്തിലെ കാണത്തില്ലേ, ആർക്കും ഒരു പ്രയോജനമില്ലാത്ത ചിലരെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അവർക്ക് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്? അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്? മാതാപിതാക്കൾക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്? അതോ തനിക്ക് തന്നിട്ട് വേണ്ടിയാണോ ജീവിക്കുന്നത്? അതോ ദൈവത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? തിരിച്ചറിയാൻ കഴിയാത്ത അനവധി ആളുകൾ ഇന്നുകൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞവരാണ് മെഥുശലഹന്റെ ജീവിതം. അവൻ ആർക്കും യാതൊരു പ്രയോജനവുമില്ലായിരുന്നു. ഹല്ലേലൂയ. അവൻ ഭൂമിക്കൊരു ഭാരമായിരുന്നു എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വാമി സ്തോത്രം. അല്ലേ, ഞാൻ എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ഓർത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഓർക്കുന്നുണ്ട്. ചിലരൊക്കെ നോക്കിയിട്ട് എന്നോട് പറയും, എന്തിനാ നീ ഒരു ഭൂമിക്കൊരു ഭാരമാണ്, അല്ലെങ്കിൽ നീ നിൻ്റെ കുടുംബത്തിനൊരു ഭാരമാണ്. കാരണം ജീവിതം അങ്ങനെ ആയിരുന്നു. ഞാൻ എൻ്റെ അനുഭവത്തുള്ള ബന്ധത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവത്തോട് പറയുന്നത്. അവൻ ചെറുപ്പത്തിൽ ഒരുപാട് പേരുണ്ട് പറഞ്ഞിട്ടുണ്ട്, നീ ഭൂമിക്കൊരു ഭാരമാണ്, നീ കുടുംബത്തിനൊരു ഭാരമാണെന്ന്. ഹല്ലേലൂയ. ഞാൻ മെഥുശലഹനോട് പറയുന്നത്, മെഥുശലഹനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, മെഥുശലഹനെ വ്യാപരിച്ച ഒരു വൈശാചികമായ ശക്തി ആ കാലഘട്ടത്തിൽ എന്നെ നടത്തി. ഹല്ലേലൂയ. അതേപോലെ ഞാൻ ഈ പറഞ്ഞ ദൈവവചനം പോലെ നാം നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കിക്കുക, നമ്മുടെ ചുറ്റുമുള്ള ജനത്തെ ഒന്ന് വിലയിരുത്തി നോക്കി. ആർക്കും യാതൊരു പ്രയോജനമില്ലാതെ ഒരു കൂട്ടം ജനം ഇന്നും ജീവിക്കുന്നുണ്ട്, ഭൂമിക്ക് ഭാരമായി, മെഥുശലഹനെ പോലെ. ഹല്ലേലൂയ. അത് നമുക്ക് കാഴ്ച തന്നെ അറിയാം. പലരെയും നമുക്കറിയാം, പല കുടുംബങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴും നമുക്കറിയാം. എന്നാൽ ഇന്ന് പകരം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഈ സ്നേഹിതരെ, ആർക്കും ഒരു ഉപകാരവുമില്ലാതെ, ഹല്ലേലൂയ, ഭൂമിക്കൊരു ഭാരമായി നാം ജീവിക്കുന്നതിനേക്കാൾ നല്ലത്, ഭൂമിക്കൊരു ഭാരമായി നിലകൊള്ളുന്നതിനേക്കാൾ നല്ലത് നാം ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുമെന്ന് നമുക്ക് കഴിയണം. ഹല്ലേലൂയ. കാരണം ഇവിടെ കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. പ്രൈസലോട്. ഹല്ലേലൂയ. ചിലരൊക്കെ പറയുന്നത് ആമി സ്വർഗവും നരകമില്ല, ഇവിടെ തന്നെയാണ്, ഹല്ലേലൂയ, എല്ലാം ഇവിടെയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ഹല്ലേലൂയ. അതേപോലെ സ്വർഗവും നരകമൊക്കെ ഇവിടെ തന്നെയാണെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ഈ മെഥുശലഹനെ പോലെ തന്നെയാണ്. ഹല്ലേലൂയ. സ്വർഗവും നരകവും ഒന്നും എല്ലാം ഈ ഭൂമിയിലല്ല. സ്വർഗം ദൈവം വേറെ സൃഷ്ടിച്ചിട്ടുണ്ട്, നരകം വേറെ സൃഷ്ടിച്ചിട്ട് ഭൂമി സൃഷ്ടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിനും നരകത്തിനും ഇടയിലാണ് ഭൂമി. സ്തോത്രം. അതിലാണ് നാം വസിക്കുന്നതെന്ന് പറയുമ്പോൾ മരണാനന്തരം നമുക്ക് ലഭിക്കുന്നതാണ്, സ്തോത്രം, കർത്താവായ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ജന്മം പ്രാപിച്ചൊരു വ്യക്തിക്ക് ലഭിക്കുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയനുസരിച്ച് പ്രമാണമനുസരിച്ച് ജീവിത വിശുദ്ധി ജീവിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ് സ്വർഗം. ഹല്ലേലൂയ. സ്തോത്രം. അതേ സമയത്ത് ഭൂമിക്കൊരു ഭാരമായി തീർന്ന് ജീവിക്കുന്ന, ആർക്കും പ്രയോജനമില്ലാതെ ജീവിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ് നരകവും. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വർഗവും നരകവും എല്ലാം ഈ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്ന പ്രിയപ്പെട്ടവരെ. ഒരിക്കൽ കൂടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തോടും ചോദിക്കണം, പ്രൈസലോ, ഞാൻ മരിച്ചാൽ എവിടെയായിരിക്കും? ഹല്ലേലൂയ. എൻ്റെ മരണാനന്തര ജീവിതം എവിടെയായിരിക്കും? ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യം വരണം. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പോൾ ഈ മെഥുശലഹൻ ഭൂമിക്കൊരു ഭാരമായിരുന്നു എന്ന് കാണാൻ കഴിയും. ഹല്ലേലൂയ. അവൻ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് കുടിച്ചും, ഹല്ലേലൂയ, തിന്നും ഒടുവിൽ മരിച്ചു എന്നുള്ളതാണ്. പ്രൈസലോ. അപ്പോൾ ഏത് ദിവസം വായിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മെഥുശലഹനെ കുറിച്ച് സ്വന്തം സുഖത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. സ്വന്തം സുഖത്തിന് വേണ്ടി നമ്മെ തിന്നും കുടിച്ചും ജീവിച്ചും മരിച്ചവനാണ് മെഥുശലഹൻ. ഹല്ലേലൂയ. അതേപോലെ ഇന്നും ഇതൊക്കെ തന്നെ സ്വന്തം സുഖത്തിന് വേണ്ടി തിന്നും കുടിച്ചും ജീവിച്ചും മരിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അതിൻ്റെ നടുവിൽ നിങ്ങൾ അകപ്പെട്ടു പോകാതെ, സ്തോത്രം, ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ യേശുക്രിസ്തുവിനോടൊപ്പം കരം കോർത്ത് നിങ്ങൾ നിത്യതയ്ക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കാൻ തയ്യാറാകണം. പ്രൈസലോട്. ഹല്ലേലൂയ. അപ്പം മെഥുശലഹൻ സ്വന്തം സുഖത്തിന് വേണ്ടി ജീവിച്ചവനാണ്. ഹല്ലേലൂയ. ഇന്നും പലരും അങ്ങനെയാണ്, സ്വന്തം സുഖത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്. മറ്റുള്ളവരെ കുറിച്ച് യാതൊരുവിധ ബോധ്യവും യാതൊരുവിധ, ഹല്ലേലൂയ, ചിന്താഗതി ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട് ചിലർ. ഹല്ലേലൂയ. അത് ചില കുടുംബത്തിലെ ചില ചില കുടുംബത്തിലെ ചില പിതാക്കന്മാരും അങ്ങനെയാണ്. ഹല്ലേലൂയ. ചില മക്കളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഹല്ലേലൂയ. അവരുടെ കാര്യം നടക്കണം, അവരുടെ ജീവിതം നടക്കണം, അവർക്ക് തിന്നും കുടിച്ചും ഇഷ്ടം പോലെ ജീവിക്കണം. അന്ന് ഭവനത്തിൽ ആരൊക്കെ ഉണ്ട്, അവിടെ എന്താണ് വിശേഷം, മക്കൾ എങ്ങനെ ഇരിക്കുന്നു, ഭാര്യ എങ്ങനെ ഇരിക്കുന്നു, ഭർത്താവ് എങ്ങനെ ഇരിക്കുന്നു, അപ്പനും അമ്മയൊക്കെ ഇങ്ങനെ, ഒരു ചിന്താഗതിയില്ലാതെ പോകുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്. ഹല്ലേലൂയ. പണിയെടുക്കുക, അധ്വാനിക്കുക, ഹല്ലേലൂയ, അത് കിട്ടുന്ന വേതനം മുഴുവൻ തിന്നും കുടിച്ചും ചെലവഴിച്ച് കളയുന്ന ഒരു കൂട്ടം ജനം. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, അങ്ങനെ നിങ്ങൾക്കൊരു പരിധി വരെ ഇവിടെ ജീവിക്കാൻ കഴിയുള്ളൂ. സ്തോത്രം. നിങ്ങൾക്കൊരിക്കൽ മരണമുണ്ട്. മരണാനന്തരം നിങ്ങളുടെ ജീവിതം നിത്യ നരകമാണ്. കെടാത്ത തീയും അല്ലെങ്കിൽ ചാകാത്ത പുഴുവും കിടക്കുന്ന ആ ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിലേക്ക് നിങ്ങൾ പോകുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോണം. പ്രൈസലോട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ശുദ്ധീകരിക്കുന്ന വചനമാണ്. ദൈവത്തിൻ്റെ വചനം ക്രമീകരിക്കുന്ന വചനമാണ്. ദൈവത്തിൻ്റെ വചനം ആരെയും മാനസാന്തരപ്പെടുത്തുന്ന വചനമാണ്. ആർക്ക് വേണമെങ്കിൽ ക്രിസ്തുവിൻ്റെ കരങ്ങളോട് കോർത്ത് നടക്കാൻ കഴിയും.
അല്ലെങ്കിൽ നമുക്കൊരിക്കലും കർത്താവിൻ്റെ കരങ്ങളെ നമുക്ക് ആമില അന്യമായി കാണരുത്. നാം ഇവിടെ ജീവിക്കുമ്പോൾ സ്തോത്രം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കുകയാണെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ പ്രിയരെ നമുക്ക് നല്ലൊരു മരണം ഹാനൂക്കിനെ പോലെ അല്ലെങ്കിൽ ഇവിടെ ജീവിച്ച് മരണം കാണാതെ എടുക്കപ്പെട്ടതുപോലെ ഹാനൂക്കിനെ പോലെ നല്ല ഒരു അവസരം ദൈവം നമുക്ക് തരും. അല്ലെങ്കിൽ നോഹയെ പോലെ നല്ലൊരു അവസരം ദൈവം നമുക്ക് തരും. അല്ലെങ്കിൽ അതുകൊണ്ട് കഴിഞ്ഞ കാലം ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അനവധി ഭക്തന്മാർ സ്തോത്രം കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്ത് കർത്താവിന് നിലനിന്ന് കർത്താവിൻ്റെ ഇഷ്ടം പറഞ്ഞ് ദൈവത്തിന് കരം പിടിച്ച് നടന്ന അനവധി ഭക്തന്മാരെ ദൈവം നിത്യതയിൽ ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ആ നിത്യതയിൽ പിതാക്കന്മാരിയ്ക്കുന്ന ആ സ്ഥലത്ത് സ്വർഗീയ ആ അനുഭവത്തിൽ അല്ലെങ്കിൽ സ്വർഗീയ പരദീസിൽ നിങ്ങൾ എത്തണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കണം. അല്ലെങ്കിൽ അപ്പം മെഥൂശലഹ് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ചവനാണ്. അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് അങ്ങനെ അവൻ കടന്നുപോയി എന്നുള്ളതാണ്. മെഥൂശലഹ് അങ്ങനെ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. സ്തോത്രം അല്ലെങ്കിൽ അതേപോലെ നമുക്ക് ഈ ലോകത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സ്തോത്രം അല്ലെങ്കിൽ അപ്പം ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരിക്കുന്ന മഹാത്മാഗാന്ധി ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം നേടിത്തന്ന മരിച്ചു നമുക്കറിയാൻ കഴിയും. കാരണം മഹാത്മാഗാന്ധിയെക്കൂടെ പ്രയോജനം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് ലോകം മുഴുവൻ വിളിച്ചു പറയുന്ന മഹാത്മാഗാന്ധി എന്ത് ചെയ്തു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന് മരിച്ചുവെന്ന് നാം വായിക്കുകയും പഠിക്കുകയും ആ മനുഷ്യനെ ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. സ്തോത്രം അല്ലെങ്കിൽ അപ്പം അല്ലെങ്കിൽ തോമസ് ആൽഫ എന്ന് പറയുന്ന തോമസ് ആൽഫ എന്ന് എഡിസൺ ജീവിച്ചു. അല്ലെങ്കിൽ അദ്ദേഹം ലോകത്തിന് മുഴുവൻ അല്ലെങ്കിൽ വെളിച്ചം കാണത്തക്ക വിധത്തിൽ ബൾബ് സൃഷ്ടിച്ചു. അല്ലെങ്കിൽ ബൾബിനെ സൃഷ്ടിച്ചു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ അത് ഇങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ചിലരെ കുറിച്ചൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ മെഥൂശലഹിനെ കുറിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന മഹാത്മാഗാന്ധി ഇന്ത്യ രാജ്യത്തിന് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നേടിത്തന്ന ലോകം മുഴുവൻ മഹാത്മാഗാന്ധിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ തോമസ് ആൽഫ എഡിസൺ എന്ന വ്യക്തി അല്ലെങ്കിൽ ലോകം മുഴുവൻ പ്രകാശിക്കാൻ വേണ്ടി ബൾബ് കണ്ടുപിടിച്ചതെന്ന് അദ്ദേഹത്തെക്കുറിച്ച് ലോകം കീർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ട് ഭക്തന്മാരുടെ ഇടയിൽ താമസിച്ച് രണ്ട് ഭക്തന്മാരുടെ ഇടയിൽ വളർന്ന മെഥൂശലഹിനെ കുറിച്ച് ഒന്നും പറയാനില്ല. പ്രൈസലോടല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവവചനമൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മരണാനന്തരം നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ അല്ലെങ്കിൽ ദൈവ ഇഷ്ടം അനുസരിച്ച് ജീവിക്കണം. അല്ലെങ്കിൽ അപ്പം നല്ല സ്തോത്രം നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ദാവീദ് ജീവിച്ച് ശത്രുക്കളെയൊക്കെയും ഇല്ലാതാക്കി ഇസ്രായേൽ രാജ്യം പുനഃസ്ഥാപിച്ചു നമുക്ക് കാണാൻ കഴിയും. അതല്ലേ അപ്പം ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു ദാവീദ്. അല്ലെങ്കിൽ ദാവീദ് ഇവിടെ ജീവിച്ചെന്ത് ചെയ്തു? ശത്രു സൈന്യത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞു. അല്ലെങ്കിൽ ശത്രു സൈന്യത്തെ മുഴുവൻ തകർക്കുകയും ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ മാത്രമല്ല ഇസ്രായേലിയുടെ സങ്കീർത്തനങ്ങൾ മധുരമായി പാടിക്കൊടുത്തു. ഇസ്രായേലിന് മധുരമായ സങ്കീർത്തനങ്ങൾ പാടിക്കൊടുത്തു. അതുകൊണ്ടാണ് ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് സ്തോത്രം ശത്രുവിനെ തകർക്കുകയും ഇസ്രായേൽ രാജ്യത്തെ പുനഃസ്ഥാപിക്കുകയും ഇന്ന് ലോകം മുഴുവൻ വായിക്കത്തക്ക വിധത്തിൽ മധുരമായ സങ്കീർത്തനങ്ങൾ എഴുതി തന്നു. അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ടാണ് സങ്കീർത്തനത്തിനകത്ത് പലപ്പോഴും ചില വാക്യങ്ങളും അല്ലെങ്കിൽ വചനങ്ങളും ഒക്കെ നമ്മെ സ്പർശിക്കുകയും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ കഷ്ടതയിലൂടെയും സങ്കടത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവിക സന്ദേശം നമുക്കതിനകത്ത് ലഭിക്കാൻ കഴിയുന്നത് മാത്രമല്ല ദാവീദ് എന്ന് പറയുന്ന വ്യക്തി ഭക്തനായൊരു പ്രാർത്ഥന മനുഷ്യനായിരുന്നുവെന്നും തൻ്റെ സങ്കീർത്തനത്തിനകത്തോട് വെളിപ്പെടുത്തുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിങ്ങൾ ഈ ഭൂമി ജീവിച്ച ആർക്കും പ്രയോജനമില്ലാത്തവനായി ജീവിച്ച ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയരുതേ. ഹല്ലേലൂയ നിങ്ങൾക്ക് മരണാനന്തര ജീവിതമുണ്ട്. അത് കർത്താവിനോട് കൂടി ആയിരിക്കണം, ക്രിസ്തുവിലായിരിക്കണമെന്നാണ് ഹല്ലേലൂയ യേശു കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമി ജീവിക്കും ക്രിസ്തുവിൻ്റെ കരം പിടിച്ച് നടന്ന് ക്രിസ്തുവിന് പ്രയോജനമായത് ക്രിസ്തുവിൻ്റെ സന്ദേശം, ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയുന്ന അവിശേഷതയേറിയ ശുശ്രൂഷയിൽ നിങ്ങൾ ഭാഗമായി മാറണമെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തകർത്ത് കളയരുത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് വചനം വായിക്കും കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ വേദപുസ്തകത്തിനകത്ത് ഇത്രമാത്രം സ്ഥാനം പിടിച്ചൊരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും ദാവീദാണെന്ന്. കാരണം പുള്ളി എത്രമാത്രം സങ്കീർത്തനങ്ങളാണ് എഴുതി തന്നത്. സ്തോത്രം. ഏത് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾക്കും ആശ്വാസം പകർന്നു തരത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ നല്ല സങ്കീർത്തനങ്ങൾ നൽകി തന്നവനാണ്
പ്രൈസ്. അതുകൊണ്ട് ഇത് പകൽ നാം ദൈവത്തിൻ്റെ വചനമൊക്കെ വായിക്കുമ്പോൾ രക്തം ചെയ്യാൻ വലിയ നമ്മളെ കേൾക്കുന്നവരോട് നാം സംസാരിക്കണം. നമ്മുടെ സാന്നിധ്യം കൊണ്ട് സന്തോഷിക്കുന്നവർക്ക് വേണ്ടി നാം സമയം കണ്ടെത്തണം. പ്രൈസലോട് അല്ലുരിയ എങ്കിൽ മാത്രം നമ്മുടെ ജീവിതം നമുക്ക് അനുഭവമാക്കി വിജയമാക്കി എടുക്കാൻ വഴിയുള്ളൂ. നമ്മെ കേൾക്കുന്നവരോട് നമ്മൾ സംസാരിക്കണം. അല്ലുരിയ സ്തോത്രം. നമ്മുടെ സാന്നിധ്യം അമ്മയെ കൊണ്ട് സന്തോഷിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ സാന്നിധ്യം നമ്മൾ സമയം കണ്ടെത്തി അവരുടെ കൂടെ ഇടപെടണം. പ്രൈസലോട് അല്ലുരിയ. നമുക്ക് ഇടമില്ലാത്ത മനസ്സുകളെക്കുറിച്ച് ഓർത്ത് വേദനിക്കാൻ പാടില്ല. അല്ലുരിയ സ്തോത്രം. അവരൊന്നും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന പോലെ ചിന്തിക്കണം. അപ്പം നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മളെക്കുറിച്ച് ഓർക്കുകയും ചെയ്യാത്തവരെക്കുറിച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം അവരുടെ മനസ്സിൽ നിങ്ങൾ കാണത്തില്ല. അല്ലേലിയ. എന്നാലും പ്രൈസ് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അല്ലേലിയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ശത്രുക്കളെ സ്നേഹിപ്പിൻ. അല്ലേലിയ. ശത്രുക്കൾക്ക് വേണ്ടി അമ്മയെ പ്രാർത്ഥിക്കണം. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കണം. നിങ്ങളെ ഉപദ്രവിക്ക് സ്നേഹിക്കണം. അല്ലേലിയ. അതേപോലെ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അല്ലേലിയ ഹാനോക്കിനെ പോലെ നോഹയെ പോലെയും ഒക്കെ നല്ലൊരു ജീവിത സാക്ഷി ഉണ്ടായിരിക്കണം. ദാവീദിനെ പോലെയും പൗലോസിനെ പോലെയൊക്കെ നല്ലൊരു സാക്ഷി നമുക്കുണ്ടായിരിക്കണം. അല്ലേലിയ. അല്ലെങ്കിൽ സാക്ഷ്യമില്ലാതെ നാം ഈ ഭൂമി ജീവിച്ചല്ലേലിയ തിന്നും കുടിച്ചും ജീവിച്ച് നമ്മളിവിടെ മരിച്ചിവിടെ കടന്നു പോയാൽ അല്ലേലിയ നിത്യമായ നരകത്തിൽ എത്തും എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് സ്നേഹിതരെ കാലം അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു മധ്യാകാശം അവരെ ഏറ്റവും അടുത്തിരിക്കുകയാണ്. ദൈവം തൻ്റെ ജനത്തെ ചേർക്കാൻ, ദൈവം തൻ്റെ മണവാട്ടി സഭയെ ചേർക്കാൻ സമയമായി. അല്ലേലിയ. അതുകൊണ്ട് ഇന്ന് പകൽ നാം ദൈവത്തിലേക്ക് മടങ്ങി വരണം. അല്ലേലിയ. ഹാനോക്ക് അല്ലേലിയ മരണം കാണാതെ എടുക്കപ്പെട്ടതുപോലെ അല്ലേലിയ ദൈവം തൻ്റെ സഭയെ ചേർക്കുമ്പോൾ അല്ലേലിയ ഇവിടെ ജീവിച്ചിരിക്കുന്ന സകലർക്കും ഉയർപ്പിൻ്റെ സന്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തി കളയരുത്. അല്ലേലിയ. മെഥൂശലഹിനെ പോലെ തിന്നും കുടിച്ചും ജീവിച്ചാലും മരിച്ച് ഈ രോഗം കടന്നുപോയെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവസാനം നിത്യമായ നരകത്തിലാണെങ്കിൽ സ്വതന്ത്രം. അല്ലേലിയ. നിങ്ങളുടെ ജീവിതം നരകത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുത്. അല്ലേലിയ. രണ്ട് ഭക്തന്മാരുടെ ഇടയിൽ അല്ലേലിയ ഹാനോക്കിൻ്റെയും അല്ലേലിയ നോഹയുടെ ഈ നടുക്കൊരു വ്യക്തി താമസിച്ചതുകൊണ്ട്, നടുക്കൊരു വ്യക്തി നടന്നതുകൊണ്ട്, രണ്ട് ഭക്തന്മാരുടെ ഇടയിൽ ഒരു വ്യക്തി ജീവിതം നയിച്ചതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നില്ല. അല്ലേലിയ. സ്വർഗത്തിൽ പോകണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക തന്നെ വേണം. അല്ലേലിയ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ അല്ലേലിയ സ്വർഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. അല്ലേലിയ. അതിന് വചനം അങ്ങനെ തന്നെ പഠിപ്പിക്കുകയാണ്. അതേ അല്ലേലിയ സ്തോത്രം. നിങ്ങൾ അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ അറിയുന്നവരുടെ കുടുംബത്തിൽ യേശുക്രിസ്തുവിനെ അറിയാം എന്ന് പറയുന്നവരുടെ വീട്ടിൽ നിങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ടതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. സ്തോത്രം. അല്ലേലിയ. യേശുക്രിസ്തുവിലൂടെ നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിക്കണം. അല്ലേലിയ. ഒരുപക്ഷെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ ക്രിസ്ത്യാനിയായിരിക്കും. ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളാണ്. വീട്ടിനകത്ത് എല്ലാവിധ പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു. അല്ലേലിയ. എന്തുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടണമെന്നില്ല. സ്തോത്രം. അല്ലേലിയ. സ്വർഗം കിട്ടാൻ കാരണമായത് അല്ലേലിയ ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങൾ പിടിച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മരണാനന്തര ജീവിതം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്തോത്രം. അല്ലേലിയ. നിത്യമായ പർദീസിൽ എൻ്റെ ദൈവത്തോടൊപ്പം ജീവിക്കണമെങ്കിൽ യേശുവിൻ്റെ കരം പിടിച്ച് നടക്കണമെന്ന് അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ യേശുവിൻ്റെ കരം പിടിച്ച് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ജീവിത സമാധാനം ലഭിക്കുന്നതും ജീവിത സന്തോഷം ലഭിക്കുന്നതും ജീവിതത്തിൽ ആശ്വാസം ലഭിക്കുന്നതും ദൈവം ആരെന്നും നാം ആരെന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അല്ലേലിയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ തകർത്ത് കളയരുതേ. നിങ്ങളുടെ ജീവിതം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. സ്തോത്രം. അല്ലേലിയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, മെഥൂശലഹ് ഒരു പ്രവാചകനോ ഒരു പുരോഹിതനോ ഒരു രാജാവോ ആയിരുന്നില്ല. അല്ലേലിയ. മെഥൂശലഹ് ഒരു പുരോഹിതനല്ല, ഒരു പ്രവാചകനല്ല, ഒരു രാജാവായിരുന്നില്ല. ദൈവത്തോടുകൂടെ നടന്നിട്ടുമില്ല. സ്തോത്രം. നടന്നിട്ടുമില്ല. എങ്കിലും കർത്താവ് മെഥൂശലഹിനെ സ്നേഹിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അല്ലേലിയ. മെഥൂശലഹ് എന്നതിന് ഇവൻ മരിക്കുമ്പോൾ അയക്കപ്പെടും എന്നാണ് അർത്ഥം. പ്രൈസലോട്. അല്ലേലിയ. പ്രിയരെ, മെഥൂശലഹിൻ്റെ ജീവിതത്തിൽ കർത്താവ് ജലപ്രളയത്തെ വരുത്തിയില്ല. അല്ലേലിയ. രണ്ട് ഭക്തന്മാരുടെ നടുവിലാണ് ജീവിച്ചെങ്കിലും മെഥൂശലഹിനെ കർത്താവ് സ്നേഹിച്ചിരുന്നു. ജലപ്രളയം വരുത്തിയപ്പോൾ അല്ലെങ്കിൽ മെഥൂശലഹ് ആ ജലപ്രളയത്തിൽ നശിച്ചില്ല. കാരണം അതിനു മുമ്പേ മെഥൂശലഹ് മരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അല്ലേലിയ. സ്തോത്രം. അല്ലേലിയ. അവൻ മരിച്ച വർഷം ജലപ്രളയം ഉണ്ടായി. തന്നോട് കൂടെ നടന്ന ഹാനോക്ക് നിമിത്തം കർത്താവ് മെഥൂശലഹിനോട് എത്രയോ കൃപ കാണിച്ച് നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം. അല്ലേലിയ. സ്തോത്രം. പ്രൈസലോടല്ലേ. ദൈവത്തോടു കൂടെ നടന്ന അല്ലേലിയ ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്ക് മുഖാന്തരം അല്ലേലിയ ഹാനോക്ക് മുഖാന്തരം ദൈവം മെഥൂശലഹിനോട് കൃപ കാണിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം പ്രളയത്തിൽ നശിപ്പിച്ച് കളയാതെ പ്രളയത്തിന് മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ്. സ്തോത്രം. അല്ലേലിയ. ഇത് നമുക്ക് ഈ ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നതിൻ്റെ കാരണം ഈ ഭൂമി ഞാനും നിങ്ങൾ ജീവിക്കും. കർത്താവിൻ്റെ ന്യായവിധിയുടെ സമയങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിക്കൊണ്ടിരിക്കുന്ന പ്രിയരെ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ അല്ലേലിയ
ദൈവം നമ്മോട് കൃപ കാണിക്കുന്ന കാലം അല്ലല്ലോ ഈ കൃപായുഗത്തിൽ, ഈ സഭായുഗത്തിൽ അല്ലയ്യ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയത്തല്ലേ രക്തം ചെയ്യും. നിങ്ങൾ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുകയും അല്ലയ്യ ദൈവ കൽപ്പനയാകുന്ന സ്നാനം നിങ്ങൾ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നിറയപ്പെട്ട അല്ലയ്യ വേവാടും വിശുദ്ധിയിലും കൂടി നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചല്ലയ്യ കർത്താവിൻ്റെ വരവിന് ഒരുങ്ങണം. പ്രൈസലോട് അല്ലയ്യ കർത്താവിൻ്റെ വരവിന് ഒരുങ്ങുവാനുള്ള സമയമാണ്. അന്ത്യകാല സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും മഹാവ്യാപ്തികളും അല്ലയ്യ ദേശത്തെങ്ങും രാജ്യത്തെങ്ങും ലോകത്തിനെങ്ങും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന അല്ലയ്യ ഒരു സയൻറ്റിസ്റ്റുകൾക്ക് ഒരു മെഡിസിൻ കണ്ടുപിടിക്കാൻ കഴിയാത്തവണ്ണം രോഗം പടർന്നു പിടിക്കുന്നു. മരുന്നുകൾക്ക് പോലും അല്ലയ്യ ആശ്വാസം കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ ചില രോഗങ്ങൾ രാജ്യങ്ങൾക്കകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളിത് കണ്ടുകൊണ്ട് കാണുമ്പോൾ അല്ലയ്യ യേശുവിൻ്റെ വരവേറ്റവും ആസന്നമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപയുടെ കാലഘട്ടത്തിൽ അല്ലയ്യ നിങ്ങൾ യേശു കർത്താവിനെ നിങ്ങൾ ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങൾ പിടിച്ച് നടക്കുന്നെങ്കിൽ അല്ലേലിയ നിങ്ങൾക്ക് നിത്യത്തിലെത്താൻ കഴിയും. പ്രൈസലോ അല്ലേലിയ. അപ്പം നിത്യത്തിലെത്തണമെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യാം അല്ലേലിയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ അല്ലേലിയ യാതൊരു വളഞ്ഞ വഴിയിലൂടെ സ്വർഗത്തിലെത്താൻ പറ്റത്തില്ല. അല്ലേലിയ. മനുഷ്യൻ വളഞ്ഞ വഴിയിലൂടെ സ്വർഗത്തിലെത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും വളഞ്ഞ വഴിയിലൂടെ സ്വർഗത്തിലെത്താൻ കഴിയുന്നില്ല. യേശു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമില്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുന്നില്ലെന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അല്ലേലിയ. അതേപോലെ വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശുക്രിസ്തുവിനോട് കരങ്ങൾ കോർത്ത് നടക്കുന്ന വ്യക്തിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നതാണ് നിത്യമായ പർദീസ. സ്തോത്രം. അല്ലേലിയ. അവിടെ ചേരണം. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ യേശുക്രിസ്തുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുക. ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ വിട്ട്, ഈ ലോകത്തിൻ്റെ മലിനതകൾ വിട്ട്, ഈ ലോകത്തിൻ്റെ ഉല്ലാസങ്ങൾ വിട്ടിട്ട്, ഈ ലോകത്തിൻ്റെ ജഡിക സുഖങ്ങൾ നിങ്ങൾ വിട്ടുകളഞ്ഞിട്ട് നിങ്ങൾ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ദൈവത്തിന് പ്രസാദകരമായി ഇത് ചെയ്തുകൊണ്ട് അല്ലേലിയ ദൈവഹിത പ്രകാരം ജീവിക്കണം. അല്ലേലിയ. സ്തോത്രം. അപ്പം നാം ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയണം എന്നുള്ളതാണ്. മെഥൂശലേഖന് ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയാൻ കഴിയാതെ പോയി. അല്ലേലിയ. മെഥൂശലേഖന് ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയാതെ പോയി. അല്ലേലിയ. തൻ്റെ പിതാവായിരിക്കുന്ന ഹാനോക്കും അല്ലേലിയ ഹാനോക്ക് നടന്നതുപോലെ അല്ലേലിയ മെഥൂശലേഖന് നടക്കാൻ കഴിഞ്ഞില്ല. പ്രൈസലോട് അല്ലേ. എത്ര പരിതാപകരമായ അനുഭവമാണ് നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ. അതേ കാലങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് പാട്ടും പ്രാർത്ഥനയും ആരാധനയും ദൈവിക വിശ്വാസമൊക്കെ നിലനിന്നിട്ടും നിങ്ങൾക്ക് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എത്രയോ പരാജയപ്പെട്ട ജീവിതമാണ് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസലോട് അല്ലേ. അതുകൊണ്ട് പ്രിയ നമുക്ക് ഒന്നിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരാം. ഹാനോക്ക് നിമിത്തം മെഥൂശലേഖനോട് ദൈവം കൃപ കാണിച്ചല്ലിയ നീതിമാന്റെ സന്തതിയായി കണ്ട് നോഹയുടെ കുടുംബത്തെ കാത്തു സൂക്ഷിച്ചു. അല്ലേലിയ. നീതിമാന്റെ സന്തതിയായിട്ട് കണ്ട് നോഹയുടെ കുടുംബത്തെ കാത്തു സൂക്ഷിച്ചു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലേലിയ. അതൊരു ഉൽപ്പത്തി പുസ്തകം നാം 5-ാം അധ്യായം വായിക്കുമ്പോൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി കല്ലറകളുടെ തോട്ടമെന്നാണ് പറയുന്നത്. സ്തോത്രം. ആദാമിൻ്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായത്. പിന്നെ അവൻ മരിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകം 5:5 നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലേലിയ. ഏനോസിൻ്റെ ആയുഷ്കാലം 905 സംവത്സരമായിരുന്നു. അവൻ മരിച്ചുവെന്ന് 5:11 കാണുന്നുണ്ട്. അല്ലെങ്കിൽ മരിച്ചു എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് വായിച്ചു വരും മെഥൂശലേഖിൻ്റെ മരണത്തെക്കുറിച്ച് കാണാൻ കഴിയും. അല്ലേലിയ. അപ്പം പ്രിയരെ, ഇന്ന് നമുക്കറിയാം ഭൂലോകം മുഴുവൻ മരിച്ചവർക്ക് വേണ്ടി മനോഹരമായ കല്ലറകൾ പണിത് അല്ലേലിയ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ കല്ലറകൾ പണിത് അല്ലെങ്കിൽ ഓരോരുത്തരും സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര മനോഹരമായ കല്ലറകൾ പണിത് അതിൻ്റെ സവിശേഷതകൾ പറഞ്ഞാലും അതിനെ ഉയർത്തി കാണിച്ചാലും കല്ലറയുടെ മഹത്വം കൊണ്ട് ഒരിക്കലും സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. അല്ലേലൂയ. സ്തോത്രം. അല്ലേലൂയ. അതുകൊണ്ട് കല്ലറയുടെ മഹത്വം കണ്ട് മുമ്പോട്ട് ജീവിക്കുന്ന പ്രിയ സ്നേഹിതരെ, കല്ലറയുടെ മഹത്വമല്ല സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ദൈവത്തിൻ്റെ മഹത്വത്തിൽ ജീവിച്ചെങ്കിൽ മാത്രമേ സ്വർഗം കാണാൻ കഴിയുള്ളൂ. പ്രൈസലോട്. അല്ലേലൂയ. അപ്പം അനേകർക്ക് എന്ത് ചെയ്യുന്നു? അല്ലേലൂയ. മനോഹരമായ കല്ലറകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ലോക രാജ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അനവധി രാഷ്ട്ര തലവന്മാരും അനവധി മേലധ്യക്ഷന്മാരും പുരോഹിതന്മാരൊക്കെ ഈ ലോകത്തിൽ ഭരിച്ചവരുണ്ട്. പല സാമൂഹിക സാംസ്കാരിക സംഘടനാ രംഗങ്ങളിൽ നിൽക്കുന്ന പലരും മരിച്ചവരുടെ കല്ലറകളൊക്കെ പണിത് മനോഹരമായി നമ്മുടെ ഭൂമി കാത്തു സൂക്ഷിച്ച് ജനം അതിനെ കാണുകയും അതിനെ ആദരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സ്തോത്രം. അല്ലേലൂയ. പലരും കല്ലറകളിൽ നോക്കി ജീവിക്കുന്നുണ്ട്. പ്രൈസലോട്. പലരും കല്ലറകളെ നോക്കി പുകഴുകയും കല്ലറകളെ നോക്കി ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അല്ലേലൂയ കല്ലറകളിലേക്ക് കണ്ണുകൾ ഒരിക്കലും വിടാതെ കല്ലറയ്ക്കകത്തൊന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവാൻ യേശു ക്രിസ്തുവിനെ നോക്കി ജീവിക്കും.
ഹല്ലേലൂയ. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഒരിക്കലും കല്ലറയെ നോക്കി ജീവിക്കത്തില്ല. കല്ലറയ്ക്കകത്ത് ഒതുങ്ങാതെ, കല്ലറയ്ക്കകത്തൊന്ന് പുറത്തു വന്ന്, കല്ലറയ്ക്കകത്ത് പുറത്തു വന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കി ജീവിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, കല്ലറയുടെ മാഹാത്മ്യം അല്ല ഇവിടെ വേണ്ടത്. കല്ലറയ്ക്കകത്തൊന്ന് പുറത്തു വന്ന കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ വിശ്വാസം അർപ്പിച്ച് യേശു ക്രിസ്തുവിൻ്റെ കരം പിടിച്ച് നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പുതിയ നിയമസഭയോട് ദൈവത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് പ്രിയരെ, സ്തോത്രം. മെഥൂശലേഖനെ പോലെ നിങ്ങൾ ജീവിതം മടുത്ത് കളയാതെ, മെഥൂശലേഖനെ പോലെ നിങ്ങളുടെ ജീവിതം തകർത്ത് കളയാതെ, തിന്നും കുടിച്ചും ജീവിച്ചും പോകുന്ന ഈ ലോകത്തുനിന്ന് കടന്നുപോയതുപോലെ മെഥൂശലേഖൻ കടന്നുപോയി നിങ്ങൾ കടന്നു പോകാതെ, നിങ്ങൾ കർത്താവായ യേശുവിൻ്റെ കരം പിടിച്ച് നിത്യമായ ആ സ്വർഗത്തിൽ നിങ്ങൾ കാണണമെന്ന് യേശു ക്രിസ്തു ആഗ്രഹിക്കുക. പ്രൈസലോട്. അതുകൊണ്ടാണ് ഈ കാലം നിങ്ങൾക്ക് എത്രമാത്രം നീട്ടി തന്നുകൊണ്ടിരിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ഇത്രമാത്രം തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുന്നില്ല. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരിക്കലും മരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന് ഭൂമിയിൽ ഒരു മരണമുണ്ട്, അവൻ്റെ ശരീരം മാത്രമാണ് മരിക്കുന്നത്, ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതേപോലെ നമ്മുടെ ജഡം ഇവിടെ അവസാനിച്ചാലും നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മാവ് നിത്യമായി സ്വർഗത്തിൽ ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഉണ്ടായിരിക്കും. ആ കർത്താവായ യേശുവിൻ്റെ കരം പിടിച്ച് നടക്കുക തന്നെ വേണം. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കലും നമ്മുടെ ആത്മാവ് മരിക്കുന്നില്ല. ഒരു മനുഷ്യൻ്റെ ആത്മാവ് മരിക്കുന്നില്ല. ക്രിസ്തുവിൽ ജീവിക്കുന്ന വ്യക്തിയുടെ ആത്മാവ് നിത്യമായി സ്വർഗത്തിലെത്തും. എന്നാൽ ക്രിസ്തുവിനെ കൂടാതെ മരിക്കുന്നവരുടെ ആത്മാവ് ക്രിസ്തുവിൻ്റെ കരങ്ങൾ പിടിച്ച് നടക്കാതെ, ക്രിസ്തുവിൽ വിശ്വാസമില്ലാതെ, ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്നവരുടെ ആത്മാവ് എവിടെയായിരിക്കും? നിത്യമായി നരകത്തിലുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരേ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരാം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിനെ വിളിച്ചു പറയാൻ കാരണമായി തീർന്നു. 1 കൊരിന്ത്യർ ലേഖനം 15-51 വാക്യം വിളിച്ചു വരുന്നു. ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ കാഹളനാദത്തിൽ പെട്ടെന്ന് കണ്ണുവെക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടുമെന്ന്. ഹല്ലേലൂയ. പൗലോസ് അത് വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് പ്രിയരേ പൗലോസ് അപ്പോസ്തലൻ ഈ ദൈവീയ സന്ദേശം പറയുന്നത്. സ്തോത്രം. എന്താണ്? ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കാഹളനാദത്തിൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഹല്ലേലൂയ. അതേപോലെ മനസ്സിലാക്കുള്ള മനസ്സ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അതില്ലാതെ പോയാൽ പിന്നെ നിങ്ങളുടെ ജീവിതം പരാജയത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഇവിടെ നമ്മൾ വെറുതെ നശിപ്പിച്ച് കളയരുത്. കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. 2 ഭക്തന്മാരുടെ നടുവിൽ ജീവിച്ച മെഥൂശലേഖന്റെ ജീവിതം ക്രിസ്തുവിനെ അറിയാതെ ആർക്കും പ്രയോജനമില്ലാതെ ജീവിച്ചതുപോലെ നിങ്ങളുടെ ജീവിതം തകർത്ത് കളയരുത്. ഇവിടെ നിങ്ങൾ ജീവിക്കും. പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊണ്ട് വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനായ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മകൾ പ്രിയരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതം തകർത്ത് കളയരുത്, നശിപ്പിച്ച് കളയരുത്. യേശുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഈ ഭൂമി ജീവിക്കുന്നെങ്കിൽ അന്ത്യകാലമാണ്. അന്ത്യകാല സംഭവങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാമെല്ലാം ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ സമയമായി. സ്തോത്രം. കാഹളം ധരിക്കുന്ന സമയമായി. നാമെല്ലാം ഇവിടുന്ന് വിട്ടുപോകാൻ സമയമായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ ഡൽഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഡൽഹിയിലെ ജനത്തെ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അതേപോലെ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ ഈ വചനം കേട്ട പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിനോടൊപ്പം കരം പിടിച്ച് നടക്കണം. ഹല്ലേലൂയ. കുടുംബത്തിൽ ഒത്തിരി പേര് വിശ്വാസികളായതുകൊണ്ട്, ദൈവത്തിലായതുകൊണ്ട് നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തില്ല. കുടുംബത്തിനകത്ത് ഒരുപക്ഷെ നമ്മുടെ അപ്പനും അവരിൽ നമ്മുടെ സഹോദരങ്ങളും ഒക്കെ നാം ഈ വിശ്വാസത്തിലായിരിക്കാം. പക്ഷെ അതുകൊണ്ട് നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റില്ല. നാം എടുക്കുന്ന തീരുമാനം, നാം എടുക്കുന്ന ആ ഉറപ്പിനകത്ത് നാം ക്രിസ്തുവിനോട് നടക്കുമ്പോഴാണ്, ക്രിസ്തുവിനെ നാം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഹൃദയം കൊണ്ട് കർത്താവിനെ സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് പ്രമാണമനുസരിച്ച് ജീവിത വിശുദ്ധിയും വേർപാടും ജീവിച്ച് കർത്താവിന് വരെ വേണ്ടി ഒരുങ്ങുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുള്ളൂ. മറ്റൊരാളെ കാണിച്ചുകൊണ്ട് ഹാനോക്ക് ജീവിച്ചതുകൊണ്ടും നോഹ കാലഘട്ടത്തിൽ ഫത്തനായി ജീവിച്ചതുകൊണ്ടും മെഥൂശലേഖന് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റിയില്ല. ഹല്ലേലൂയ. മെഥൂശലേഖന് പോകണമായിരുന്നെങ്കിൽ മെഥൂശലേഖ യേശുവിനോട് നടക്കണമായിരുന്നു എന്ന് പറഞ്ഞ പ്രീതി നമ്മുടെ കുടുംബത്തിൽ നാം കർത്താവിനെ അറിഞ്ഞെങ്കിൽ മാത്രമേ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റുള്ളൂ. അതേപോലെ നമുക്ക് ഡൽഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കാര്യം ഡൽഹി എന്ന് പറയുന്ന ഹല്ലേലൂയ ആ സംസ്ഥാനത്തെ ഒരു കേന്ദ്രപ്പെട്ട പ്രദേശം, ഒരു സംസ്ഥാനമായിട്ടാണ് അറിയപ്പെടുന്നത്. 1,93,00,000 സ്തോത്രം. ഹല്ലേലൂയ. 10,096 ജനമോടുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു മാനസാന്തരം കൊടുക്കുക. ഹല്ലേലൂയ. കൊന്നു വെച്ച് പറയാം 1,3,32,492 ഹല്ലേലൂയ പുരുഷന്മാരുണ്ട്. അവിടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ 89,068,603 പേരാണ്.
അവിടുത്തെ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 1,03,492 ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പുരുഷന്മാരും 89,00,000 ഹല്ലേലൂയ 68,603 ആമേൻ. ഹല്ലേലൂയ. സ്ത്രീകളും അടങ്ങുന്ന ഡൽഹിക്ക് വേണ്ടി ആമേൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടുത്തെ തലമുറയോർത്ത് പ്രാർത്ഥിക്കാം. അവിടുത്തെ ഹല്ലേലൂയ ആമേൻ എണ്ണത്തിൽ പ്രാർത്ഥനയോട് പ്രാർത്ഥിക്കാം. അവിടെയുള്ള ജനത്തെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവിക വിടുതൽ നടക്കട്ടെ. ആമേൻ. 7 ലോകസഭാ മണ്ഡലം, 3 രാജ്യസഭാ സീറ്റുകളുമാണ്, 70 നിയമസഭാ മണ്ഡലങ്ങളാണ്. 1/2/1992 ഡൽഹി എന്ന് പറയുന്ന സംസ്ഥാനം നിലവിൽ വന്നത്. 11 ജില്ലകളുണ്ട്. തലസ്ഥാനം ഡൽഹി തന്നെയാണ്. അവിടുത്തെ ഭാഷകൾ ഹിന്ദി, പഞ്ചാബി, ഉറുദു, ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അവിടുത്തെ സാക്ഷരത നിരക്ക് 86.34%. അത് ഡൽഹിയെക്കുറിച്ച് പറയുമ്പോൾ സകല കേന്ദ്ര സംസ്ഥാന ഭരണ ഓഫീസുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ ഉറവിടവും സകല സമരമുറകളുടെ ഉറവിടവുമാണ് അല്ലിയ ഡൽഹി എന്ന് പറയുന്നത്. ഡൽഹി എന്ന് പറയുന്നത് സകല അല്ലിയ പ്രസ്ഥാനങ്ങളോടുണ്ട്. നമ്മൾ ഓർത്തോണം. വലിയ വെല്ലുവിളികൾ കൊണ്ട് നിറയപ്പെട്ട വലിയ തീവ്രവാദ ഭീഷണി ഉയർന്നു നിൽക്കുന്ന, ഭീകരവാദികളുടെ ഭീഷണി ഉയർന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഡൽഹി എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ നേതാക്കന്മാരും വസിക്കുന്ന സ്ഥലമാണ്. നമ്മുടെ എല്ലാ വലിയ ആൾക്കാരും അവിടെ തന്നെയുണ്ട്. ഇതുകൊണ്ട് പ്രിയരെ നമുക്ക് ഒന്നിച്ചുണ്ട് ഡൽഹിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഡൽഹിയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഭരണ സംവിധാനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. അതുകൊണ്ട് നമുക്ക് അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. വലിയ ഭീകരവാദികളും തീവ്രവാദികളും വലിയ രാജ്യത്തെ ഉന്നം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഡൽഹിയെ സൂക്ഷിക്കേണ്ടത് ഡൽഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് നാം അത് ഏറ്റെടുക്കാൻ തയ്യാറാകണം. സ്തോത്രം. വലിയ ഭരണപരിഷ്കാര രംഗങ്ങളിൽ ഇരിക്കുന്നവരുടെ ജീവിത യാത്രയിൽ വലിയ അവരുടെ വാഹനത്തിൽ അവർ ഇരിക്കുന്ന ഓഫീസുകൾക്കകത്തെല്ലാം ദൈവസാന്നിധ്യം വെളിപ്പെടുവാൻ ഡൽഹിയെ പൂർണ്ണമായി ദൈവിക ദൂതന്മാർ കാവൽ ചെയ്യാൻ വേണ്ടി അനവധി ദൈവമക്കളും ദൈവദാസന്മാരും ഡൽഹിയിലുണ്ട്. അവർ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന അനവധി ആളുകൾ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഡൽഹിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. ഡൽഹിയുടെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ പ്രധാനമന്ത്രി ഹല്ലേലൂയ, പ്രസിഡന്റ് ഹല്ലേലൂയ, സ്തോത്രം, ഉപരാഷ്ട്രപതി ഹല്ലേലൂയ, പ്രതിരോധ വകുപ്പും വിദേശകാര്യ വകുപ്പും ഹല്ലേലൂയ, കരസേന, വ്യോമസേന, നാവികസേനയുടെ അധികാരികളും മേധാവികളും എല്ലാം അങ്ങനെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും വസിക്കുന്ന അവരുടെ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ഡൽഹിയുടെ മേൽ ദൈവ സാന്നിധ്യം നയിക്കപ്പെടാൻ വേണ്ടി ഹല്ലേലൂയ. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ പോലെ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്ന പോലെ അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ രാജ്യത്തെ തകർക്കാൻ, ഡൽഹിയെ തകർക്കാൻ വട്ടമിട്ട് പറക്കുന്ന നമ്മൾ പലപ്പോഴും വാർത്തകൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് പ്രിയരി അങ്ങനെ വാർത്തകൾക്ക് ഇടം പിടിച്ച് നിൽക്കുന്ന ഡൽഹിയുടെ സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നിച്ച് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1,93,10,1096 സ്ത്രീ പുരുഷന്മാർ ഒക്കെ ദൈവത്തിനെ ഏൽപ്പിക്കാം. അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് മറ്റനേകവധി സംസ്ഥാനങ്ങൾക്കകത്തുനിന്ന് അലിയ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. സ്തോത്രം. സ്ഥിരതാമസമാക്കിയവരുണ്ട്. സ്തോത്രം. വിദേശ രാജ്യങ്ങളിൽ അംബാസിഡർമാരുണ്ട്. അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ഡൽഹി ഒരു ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കൂടി നമുക്ക് അവിടെ ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. മെഥൂശലഹിന്റെ ആയുഷ്കാലം ആകെ 969 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു നിങ്ങൾ വായിക്കുന്നു. വേദപുസ്തകം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നാളുകൾ ജീവിച്ചൊരു വ്യക്തിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹാനോക്കിന്റെ മകനാണെങ്കിലും ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നോഹയുടെ അപ്പൂപ്പനാണെങ്കിൽ 2 ഭക്തന്മാരിൽ ജീവിച്ചെങ്കിലും ദൈവത്തോടു കൂടെ നടക്കാതെ, ദൈവത്തിന് വേണ്ടി ഒരു കാര്യങ്ങൾ ചെയ്യാതെ, തിന്നും കുടിച്ചും ഈ ലോകത്ത് ജീവിച്ച് മരിച്ചിവിടെ കടന്നു പോയതുപോലെ കർത്താവ് ഡൽഹിയിലെ ജനങ്ങൾ അങ്ങനെയായി മാറാതെ ഹാനോക്കിനെ പോലെ, നോഹയെ പോലെ ദൈവത്തിന് കരം പിടിച്ച് ഹല്ലേലൂയ ഈ ദിവസങ്ങൾ മുമ്പോട്ട് യാത്ര ചെയ്യുന്ന ജനത്തിന് ഒരുക്കണമായി പ്രാർത്ഥിക്കുന്നു. നല്ല മാതാപിതാക്കളായി, നല്ല സഹോദരി സഹോദരന്മാരായി, നല്ല ഭാര്യ ഭർത്താക്കന്മാരായി, നല്ല സുഹൃത്തുക്കളായി അവിടുത്തെ സഹോദരി സഹോദരന്മാരെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. മദ്യവും മയക്കുമരുന്ന്, മനസ്സ് ലഹരി പ്രാർത്ഥനകളും സകലവിധ ചൂർണാർത്ഥങ്ങൾ, സകല അശ്ലീലമായ ജീവിത സാഹചര്യമൊന്നും ഡൽഹിയിലെ ജനത്തെ വിടിവിക്കുന്നതായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഡൽഹി ദൈവം അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം. തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. തലമുറകളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, തലമുറ നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ ഇംഗിതങ്ങളിലേക്ക് കർത്താവ് തലമുറ നഷ്ടപ്പെട്ടു പോകാതെ തലമുറകളെല്ലാം ദൈവഭയമുള്ളവരായി, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ കരം പിടിച്ച്, യേശുക്രിസ്തുവിൻ്റെ കരം പിടിച്ച് നടക്കുന്നവരായി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എണ്ണത്തിൽ പെടാത്ത ജനതയോട് പ്രാർത്ഥിക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ ഡൽഹി ജോലി ചെയ്യുന്നവർ വിവിധ സംസ്ഥാനങ്ങൾ, രാജ്യങ്ങളിൽ അംബാസഡർമാരോട് പ്രാർത്ഥിക്കുന്നു. വിവിധ രാജ്യങ്ങൾ ഹല്ലേലൂയ രാജ്യങ്ങളിൽ കർത്താവ് സ്തോത്രം, ഹല്ലേലൂയ, അവിടെ വന്ന് പാർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലെ ജനത്തെ ഡൽഹി ദൈവം സൂക്ഷിക്കണമേ പ്രാർത്ഥിക്കണം. പലപ്പോഴും തീവ്രവാദ, ഭീകരവാദ, വർഗീയവാദികളുടെ ആക്രമണവും അതുപോലെ വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ ഇതുവരെ ദൈവം ഡൽഹിയെ സൂക്ഷിച്ചതുപോലെ വീണ്ടും ഡൽഹിയെ ദൈവം സൂക്ഷിക്കണമേ പ്രാർത്ഥിയുള്ള ദൈവജനത്തെ, ദൈവമക്കൾ, ദൈവസഭകളെ ദൈവം സൂക്ഷിക്കുന്നതായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഡൽഹി മുഖ്യമന്ത്രി
പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. അവിടുത്തെ MLA-മാരോട് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. അവിടുത്തെ MP-മാരോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരെല്ലാം ദൈവം സൂക്ഷിക്കണമേ. പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രധാനകർത്താവ് ഗവൺമെൻറ് മന്ദിരത്തിനായി പ്രാർത്ഥിക്കുകയാണ്. പ്രസിഡന്റ് ഓഫീസിനായി പ്രാർത്ഥിക്കുന്നു. ഉപരാഷ്ട്ര ഓഫീസിനായി പ്രാർത്ഥിക്കുന്നു. രാജ്യസഭ ലോക്സഭ MP-മാരോട് പ്രാർത്ഥിക്കുകയാണ്. രാജ്യസഭ ലോക്സഭ നിയമസഭ സ്പീക്കർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണ വിദഗ്ധന്മാരെ ഭരണതന്ത്രജ്ഞന്മാരെ നിയമ വിദഗ്ധന്മാരെ എല്ലാം ഞങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. അവിടെ യാത്രയുടെ വാഹനങ്ങളുടെ സെക്യൂരിറ്റി എല്ലാ ദൈവമേ വളരെ ദൈവതജ്ഞന്മാരും ദൈവമേ സൂക്ഷിക്കണമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഡൽഹിയുടെ മേൽ ദൈവിക ദൃഷ്ടി ഇപ്പോൾ ഉണ്ടാകണമായി പ്രാർത്ഥനയുടെ പ്രിയപ്പെട്ടവരൊക്കെ അനവധി ആളുകളുടെ കുടുംബമായി താമസിക്കുന്നവർ, ദീർഘകാലമായി ജോലി ചെയ്യുന്നവർ, കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ, അവരെല്ലാം ദൈവം സൂക്ഷിക്കണമായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഡൽഹിയുടെ മേൽ ദൈവ സാന്നിധ്യമാക്കി ഉണ്ടാകണം. കരസേന, വ്യോമസേന, നാവികസേന മേധാവികൾ, CRP, BSF അതിർത്തികൾ കാക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അവിടെ കുടുംബങ്ങൾക്കായി പ്രാർത്ഥന അതിർത്തികളെല്ലാം ദൈവം കാക്കണമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യാതൊരു നുഴഞ്ഞുകയറ്റക്കാരി കർത്താവ് ഡൽഹിയിൽ കടന്നുകൂടാതെ ഒരു ഓഫീസുകൾ കടത്തും യാതൊരു പ്രതിസന്ധി ഉണ്ടാകാതെ എല്ലാ ഓഫീസുകളും കർത്താവ് സൂക്ഷിക്കണമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കേരളത്തിൽ കടന്നു എല്ലാ MP-മാരും കർത്താവ് എല്ലാവരും താമസിക്കുക എല്ലാ കർത്താവ് സ്ഥലങ്ങളിൽ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. എല്ലാവരും സൂക്ഷിക്കണമായി പ്രാർത്ഥിക്കുക. ദിവസം ആഭ്യന്തരമന്ത്രിക്കായി, ആഭ്യന്തര സെക്രട്ടറിയായി പറഞ്ഞ എല്ലാ പോലീസിൻ്റെ DGP അടക്കം എല്ലാ പോലീസ് അധികാരികളും പോലീസിൻ്റെ വിവിധ വകുപ്പുകൾ കർത്താവ് എക്സൈസ് ഫോഴ്സ് മോട്ടോർ വാഹനങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ക്രൈംബ്രാഞ്ച് CBI രംഗത്തിൽ എല്ലാ രഹസ്യാന്വേഷണ വിഭാഗങ്ങളിൽ അവിടെ എല്ലാ ഹെഡ് ഓഫീസുകളിലേക്ക് സൂക്ഷിക്കണമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഏത് ആരോഗ്യമേഖലയ്ക്ക് ഡോക്ടർമാർ, നഴ്സുമാർ, ഹല്ലേലൂയ. അതുപോലെ മെഡിക്കൽ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിദ്യാഭ്യാസ മേഖലയോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ സയൻറ്റിസ്റ്റ് എഞ്ചിനീയർമാരോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരോട് പ്രാർത്ഥിക്കും. വിദേശകാര്യ വകുപ്പിനായി, പ്രതിരോധ വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യവസായ വകുപ്പിനെ, വാണിജ്യ വകുപ്പിനെ, കാർഷിക വകുപ്പിനെ, കായിക മന്ത്രാലയത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ കർത്താവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവിധ കമ്മീഷന്മാർക്ക് പ്രാർത്ഥി, വിവിധ കമ്പനി സെക്രട്ടറിമാർ കർത്താവ് ഓർത്ത് പ്രാർത്ഥി, വിവിധമായ കമ്പനി ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കും. വലുതും ചെറുതുമായ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളെയും കമ്പനികളെയും ഞങ്ങൾ ഓർക്കുക. അവിടെ എല്ലാ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടണമേ. എല്ലാ ചെറുതും എല്ലാ കച്ചവട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെയും എല്ലാ വഴിയുടെ കച്ചവടക്കാരെയും നിങ്ങൾ സൂക്ഷിക്കുന്നതായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. റെയിൽവേ മന്ത്രാലയം പ്രാർത്ഥിക്കുന്ന കരയിലും കടയിലും ആകാശമാർഗ്ഗം വാഹനം ഓടിക്കുന്ന യാത്ര ചെയ്യുന്നവർ വാഹന നിർമ്മാതാക്കൾ, വിൽപ്പനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എയർപോർട്ട് ജീവനക്കാർ, എയർഫോഴ്സിനായി പ്രാർത്ഥി, എല്ലാ എല്ലാ കസ്റ്റംസ് ഓഫീസർമാരോട് പ്രാർത്ഥിക്കണം. എല്ലാ മേഖലയിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യത്തെ അംബാസഡർമാരോട് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. എല്ലാ സിവിൽ ഉദ്യോഗസ്ഥന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. AES, IPS, IPS രംഗം നിൽക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടന്മാരെ, എല്ലാ ഗസറ്റ് ഓഫീസർമാരെ ഓർക്കുകയാണ്. കർത്താവ് വ്യവസായ വാണിജ്യ വകുപ്പിനെ എല്ലാ സെറ്റിമേരൊക്കെയായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും ദൈവം കർഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർഷകർ പണിയെടുക്കുന്നവരായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ട്രെയിനുകത്ത് പണിയെടുക്കുന്നവർക്കായി സ്വതന്ത്രം എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കാര്യം ചരിപ്പാൻ ഞങ്ങൾ ദൈവം എല്ലാ കേന്ദ്ര അവസാന ഓഫീസുകളെയും അത് ജോലി ചെയ്ത് എല്ലാവരും ഞങ്ങൾ ദൈവം കൽപ്പിക്കണം. ഡൽഹിയെ ദൈവം സൂക്ഷിക്കണമായി. അവിടുത്തെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും സൂക്ഷിക്കണമേ. വലിയ രാഷ്ട്രീയ സമരങ്ങൾ, വലിയ കർത്താവ് സമരമുറകൾ കൊണ്ട് പലപ്പോഴും കർത്താവ് പ്രശ്നങ്ങൾ കൊണ്ട് നിറയപ്പെട്ടിരുന്ന ഡൽഹിയുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഡൽഹിയുടെ ദൈവത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. സാമൂഹിക സാംസ്കാരിക സംഘടന നേതാക്കന്മാരുടെ പ്രാർത്ഥിക്കുന്നത് എല്ലാ സയൻസ് എല്ലാ എഞ്ചിനീയർമാരോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ പത്രപ്രവർത്തകരോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ സോഷ്യൽ മീഡിയയോട് പ്രാർത്ഥിക്കുന്നു. വിവിധ ചാരിറ്റികൾക്ക് ചെയ്യുന്നവർക്കായി, സാമൂഹികർക്ക് ചെയ്യുന്നവർക്കായി എല്ലാ മേഖലയിലുള്ളവരോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ മേഖലയും ദൈവത്തിൻ്റെ കാര്യം ചരിപ്പം അടയാളമേ, ദൈവത്മാവ് ഇടപെടണമേ. സകല ജനത്തെ ഒരിക്കലും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ലോക രാജ്യങ്ങൾ, രാഷ്ട്രകർത്താവ് തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ രാജ്യങ്ങൾ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്കായി 800 കോടി ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വിദേശ പൗരന്മാരോട് വിദേശത്തുള്ള ജനങ്ങൾക്ക്, അവിടെ ജോലി ചെയ്യുന്നവർക്കായി, പഠിക്കുന്നവർക്കായി, ഹല്ലേലൂയ. ഇത് ബിസിനസ് ചെയ്യുന്നവർക്ക്, കമ്പനികൾ നടത്തുന്നവരോട് പ്രാർത്ഥിക്കുന്നു. രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ ഭരിക്കുന്നവരും ദ്വീപുകളെ ഭരിക്കുന്നവരോട് ലോക സമാധാനത്തിന് വേണ്ടി, ലോക സമാധാന ഗുണവിനായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയിലും ദൈവം അത്ഭുതം ചെയ്യണമേ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഡൽഹിയുടെ സമാധാനമുള്ള ദൈവമക്കൾ, ദൈവദാസന്മാരെ, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഡൽഹിക്ക് വേണ്ടി കർത്താവ് ഇന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഡൽഹിയുടെ ദൈവത്തിൻ്റെ സമാധാനം അയക്കുവാൻ, ജനങ്ങളുടെ സമാധാനത്തിന് വരുവ സംഘർഷഭരിതമായ അനുഭവങ്ങളൊക്കെ മാറി സമാധാന അന്തരീക്ഷം നിലനിൽക്കണമായി പ്രാർത്ഥിക്കുകയാണ്. ഡൽഹിയിലെ എല്ലാ ഓഫീസുകളും ദൈവം അനുഗ്രഹിക്കണമേ. അവിടുത്തെ ദൂരങ്ങൾക്ക് ആവശ്യമേ പ്രാർത്ഥിക്കണം. വിദ്യാഭ്യാസമായി തുറക്കപ്പെടുവാൻ, ആലയങ്ങളൊക്കെ തുറക്കപ്പെടുക പ്രാർത്ഥിക്കുന്ന എല്ലാവരും കൂടെ ഭാരപ്പെടുന്ന എല്ലാ സൗഖ്യം കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നവർക്ക് ടെസ്റ്റുകളിൽ നെഗറ്റീവായി മാറുവാൻ, വിവിധ രോഗങ്ങൾക്ക് അടിമകളായി വിടിക്കണം. യാചകർക്ക് നിരാനുഭവം വൃത്തിരും അശ്രമമായിരിക്കുന്നവർ, കർത്താവ് വഴിയോരത്തായിരിക്കുന്നവർ പ്രാർത്ഥന വിടുന്ന ആഹാരം വലിയുന്ന കുഞ്ഞുങ്ങൾക്കായി, ഓർഫനേജ് വോൾട്ടേജിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാവരും കർത്താവ് ജയിലറായി ജുവൽ റൂമിലായിരിക്കുന്നവരെ എല്ലാം ഞാൻ ഓർക്കുകയാണ്.
എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കരം ചലിക്കണം. 21 സംസ്ഥാനം 7 കേന്ദ്രത്തിൽ ഡൽഹിയിലെ കർത്താവേ ആമീൻ പ്രദേശമടക്കം സകല ജനത്തെ അനുഗ്രഹിക്കണമേ. 21 സംസ്ഥാന മുഖ്യമന്ത്രിമാർ, MLA-മാർ, ഗവർണർമാർ, കളക്ടർമാർ, ആമീൻ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഹല്ലേലൂയ, താലൂക്ക്, ബ്ലോക്ക്, സകല ഭരണാധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കരം ചലിപ്പാൻ ഇടയാകണം. എല്ലാ കർത്താവേ സ്തോത്ര സാമ്പത്തികത്വന്മാരെ അമ്മ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാ കർത്താവേ നിയമവിദഗ്ധന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിൽ അത്ഭുതം ചെയ്യണം. ജുഡീഷ്യറി, സുപ്രീം കോടതി, ഹൈക്കോടതി, സെഷൻ, മുനിസിപ്പൽ, സെൻട്രൽ ക്ലാസ് കോടതികൾ, കുടുംബ കോടതികൾക്കായി പ്രാർത്ഥിക്കുന്നു. CBI കോടതികൾക്കായി, അതിവേ കോടതി, ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള എല്ലാ ജഡ്ജിമാരെ, അവകാശം അടക്കം ജനറൽമാർ, എല്ലാ കർത്താവ്, എല്ലാ കോടതി ജീവനക്കാരെയും പ്രാർത്ഥിക്കുന്നു. എല്ലാ കേസുകൾക്ക് തീർപ്പ് കൽപ്പിക്കും. കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന സകല കേസുകൾ തീർപ്പ് കൽപ്പിച്ച് രാജ്യം സമാധാനത്തിൽ കയറിയുണ്ട്. എല്ലാവരും സമാധാനത്തിലേക്ക് എത്തുവാൻ നിങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ ഇതുകൊണ്ട് ഒന്നിച്ചുകൊണ്ട് എനിക്ക് ഏൽപ്പിക്കുന്ന സകല മുഖത്തും എടുക്കണം. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്.